വലിയ കപ്പലുകളെ അനായാസമായി വലിച്ചുകൊണ്ട് പോകുന്ന ഈ ചെറു ബോട്ടുകളെയാണ് ടഗ് ബോട്ട്സ് എന്ന് പറയുന്നത്. ഇത് ചെറുതാണെങ്കിലും വളരെ ശക്തവും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ്. പ്രത്യേകിച്ചും വലിയ കപ്പലുകൾ വലിച്ചുകൊണ്ട് പോകുന്നതിനോ തള്ളി നീക്കുന്നതിനാണ് ഇത് പ്രധാന പങ്ക് വഹിക്കുന്നത്. 1736-കളിൽ ജോണത്തൻ ഹൾസ് തുറമുഖത്തിലേക്ക് പുറത്തേക്ക് വലിക്കുന്ന കപ്പലുകളെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ന്യൂ കോമൺ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് ഒരു ബോട്ടിന് പേറ്റന്റ് നൽകി. അവിടെ വാട്ട് എഞ്ചിൻ പാഡൽ വീൽസ് ഉപയോഗിച്ച് ചാർലറ്റ് ഡണ്ടാസ് യഥാർത്ഥത്തിൽ നിർമ്മിച്ച ആദ്യ ടഗ് ബോട്ട് ഇവിടെയായിരുന്നു. സ്ക്രൂ പ്രൊപ്പൽഷൻ 1850-കളിലായിരുന്നു അമേരിക്കയിൽ അവതരിപ്പിച്ചിരുന്നത്. ഏകദേശം 50 വർഷത്തിന് ശേഷമാണ് ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നത്. ടഗ് ബോട്ട് യഥാർത്ഥത്തിൽ ഒരു കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ്. പക്ഷേങ്കിൽ വളരെ ശക്തമായ വലിയ കപ്പലുകളെ സഹായിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഇതിനൊരു വലിയ പങ്ക് തന്നെയാണ് നിർവഹിക്കുന്നത്. തുറമുഖങ്ങളിലും അതുപോലെ തന്നെ കനാലുകളിലും തിരക്കേറിയ ജലപാതകളിലും അവയുടെ സുരക്ഷമായ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനും ഇതിനൊരു പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഇതിന് പവർഫുൾ എഞ്ചിനും അതുപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന